എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഫിറമോൺ ട്രാപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കണ്ടില്ലേ, ഇത് നിറച്ചും ആൺകാഴ്ചകളാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഈ ഫിറമോൺ ട്രാപ്പ് എന്നും ഇത് ഉപയോഗിക്കുന്ന രീതികളും ഇത് ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണെന്നും എല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഫിറമോൺ കെണി തികച്ചും ജൈവ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം കായ്ച്ചകളെ അതിനകത്ത് ആകർഷിച്ച് ഈ വലയിൽപ്പെടുത്തി അത് ഇതിൽ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ കെണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറമോൺ കാട്രിക്. ഇത് നമുക്ക് 3 മാസമൊക്കെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റിയിട്ട് കഴിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ ഇതിനെ എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും. സാധാരണയായി പാവൽ, വെള്ളരി, പടവലം, കോവൽ ഇങ്ങനെയുള്ള വെള്ളരി വർഗ്ഗ കൃഷികളിലെല്ലാം ഈ കായ്ച്ചയുടെ ആക്രമണം വളരെ കൂടുതലാണ്. ഇത് നശിപ്പിക്കുകയും ചെയ്യും. ചെറിയതായിട്ട് പൂക്കൾ വിരിയുമ്പോൾ, പെൺപൂക്കൾ വിരിയുമ്പോൾ തന്നെ ഇവ വന്ന് അതിൻ്റെ നീരൂറ്റി കുടിക്കുകയും അതിൽ ധാരാളം മുട്ടകൾ അടുത്ത തലമുറയ്ക്കായിട്ട് നിക്ഷേപിക്കുകയും ചെയ്യും. ഫിറമോൺ എന്ന് വെച്ചാൽ ആൺകീടങ്ങളെ ആകർഷിക്കാൻ പെൺകീടങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു രാസവസ്തുവാണ് ഫിറമോൺ. കൂടുതൽ എളുപ്പത്തിൽ പറഞ്ഞാൽ പെൺകീടങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഈ ഫിറമോൺ. ഈ ഫിറമോൺ കെണി നമ്മൾ തികച്ചും ജൈവ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ആണീച്ചകളെയെല്ലാം ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അതിനെ പൂർണ്ണമായും നശിപ്പിച്ച് ഒരു കൂട്ടത്തോട് ഒരുമിച്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരുമിച്ച് ഇതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഫിറമോൺ കെണിയിലൂടെ സാധിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കായ്ച്ചകൾ വന്ന് ഇതിൽ അകപ്പെട്ട് അത് നശിച്ചു പോയതിനു ശേഷം 2-3 ദിവസം കൂടുമ്പോൾ അതിനെ എടുത്ത് കളയുവാനായി ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന നശിച്ച കായ്ച്ചകളും നമ്മുടെ ഈ ഫിറമോണിന്റെ സ്മെല്ലോടെ മിക്സ് ആയിട്ട് പിന്നെ ഇതിലേക്ക് കായ്ച്ചകളൊന്നും വരുവാനായിട്ട് ഇടയാകുകയില്ല. കണ്ടില്ലേ, ഇതിൽ കായ്ച്ചയുടെ ആക്രമണം ഉണ്ടായിട്ട് ഇത് നശിച്ചു പോയതാണ്. ഇതിനകത്ത് ധാരാളം മുട്ടകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്ത് നശിപ്പിക്കുക തന്നെ ചെയ്യണം. അവിടെ തന്നെ അത് ഉപേക്ഷിക്കാതിരിക്കുക. ഇത് നമ്മൾ നശിപ്പിക്കാൻ ഒന്നിൽ ഒരു വെള്ളത്തിൽ 5-6 മണിക്കൂർ ഇട്ട് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തീയിലിട്ട് ഇത് ചുട്ടുകളയുക. നമ്മൾ വെറുതെ തറയിലിട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും മുട്ടകൾ പെരുകി അതിൽ നിന്ന് ഒരുപാട് ഈച്ചകൾ വീണ്ടും ഉണ്ടാവാൻ ഇടയുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവുകൾ ലഭിക്കും. കായ്ച്ചകൾ വന്ന് നമ്മുടെ ഈ കൃഷി സ്ഥലത്ത് നമ്മുടെ കായ്കളൊന്നും നശിപ്പിക്കുകയില്ല. ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇതെല്ലാം ഇടത്തും നമുക്കിത് മേടിക്കാൻ കിട്ടും. അഗ്രോയുടെ ഷോപ്പുകളിലെല്ലാം ഇത് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.